കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തെ അഭിമാനമായ ചവറ പാറുക്കുട്ടി. ചവറ പാറുക്കുട്ടി കഥകളി രംഗത്തെ സജീവ സ്ത്രീ സാന്നിധ്യമാണ്. കഥകളിയിലെ ആദ്യ സ്ത്രീ സാന്നിധ്യമായി അവരെ വിശേഷിപ്പിക്കാം. ചവറ കോട്ടയ്ക്കകത്ത് ശങ്കരാചാര്യയുടെയും നാണിയമ്മയുടെയും മകളായി 1944 ജനിച്ചു. ബാല്യത്തിൽ തന്നെ നൃത്ത അഭ്യാസം തുടങ്ങി. സ്കൂൾ വാർഷികത്തിൽ ചങ്ങമ്പുഴയുടെ കനകച്ചിലങ്ക സ്റ്റേജിൽ അസാമാന്യ മിഴിവോടെ അവതരിപ്പിച്ച് സമ്മാനം നേടി. 17-ാമത്തെ വയസ്സിൽ പൂതനാമോക്ഷം കഥയിൽ വേഷമിട്ട് ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തുകയുണ്ടായി. തുടർന്ന് പോരുവഴി ശ്രീകൃഷ്ണവിലാസം കഥകളിയോഗം, മുകുന്ദപുരം ഉണ്ണായി വാര്യർ സ്മാരക കലാക്ഷേത്രം എന്നിവിടങ്ങളിൽ കൂടി കഥകളി രംഗത്തെത്തി. മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരിയുടെ കീരിക്കാട്ടുള്ള സമസ്ത കേരള കഥകളി വിദ്യാലയത്തിലെത്തിയ പാറുക്കുട്ടി ഗജദേവയാണ് ആട്ടക്കഥയായി അഭ്യസിച്ച് 1964 ദില്ലി ഇന്റർനാഷണൽ കഥകളി സെന്ററിൽ കഥകളി അവതരിപ്പിച്ചതോടെയാണ് ചവറ പാറുക്കുട്ടി ദേശീയ ശ്രദ്ധ നേടുന്നത്. തുടർന്ന് മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലെ കഥകളി അരങ്ങുകളിൽ പങ്കെടുത്തു. ദില്ലിയിൽ കഥകളി കണ്ട കാർട്ടൂണിസ്റ്റ് ശങ്കർ പാറുക്കുട്ടിയെ പ്രശംസിക്കുകയുണ്ടായി. ആദ്യത്തെ പുരുഷവേഷം രുക്മിണി സ്വയംവരത്തിലെ ശ്രീകൃഷ്ണനായിരുന്നു. കൊല്ലം മാടനടയിലായിരുന്നു അതിൻ്റെ അരങ്ങേറ്റം. കല്യാണ സൗഗന്ധത്തിലെ ഭീമനായും പ്രഹ്ലാദ ചരിത്രത്തിലെ പ്രഹ്ലാദനായും അവർ പുരുഷവേഷമിട്ടു. ദേവയാനിയിലെ ദേവയാനി, നളചരിതത്തിലെ ദമയന്തി, കല്യാണ സൗഗന്ധ്യത്തിലെ പാഞ്ചാലി എന്നിവയ്ക്കും ചവറ പാറുക്കുട്ടി നവജീവൻ നൽകി. കഥകളി രംഗത്തെ അധികായന്മാരായ ഗുരു ചെങ്ങന്നൂർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, പള്ളിപ്പുറം ഗോപാലൻ നായർ എന്നിവരുടെയൊക്കെ നായികയായി നവരസങ്ങളിൽ കരണമാണ് ഇഷ്ടരസം. മിനുക്ക്, പച്ചവേഷങ്ങളോടാണ് ചവറ പാറുക്കുട്ടിക്ക് താല്പര്യം. കൊല്ലം കഥകളി ക്ലബിൻ്റെ കൊട്ടാരക്കര തമ്പുരാൻ പുരസ്കാരം, കുറിച്ചി കുഞ്ഞൻ പണിക്കർ അവാർഡ്, പകൽക്കുറി കലാഭാരതിയുടെ MK പുരസ്കാരം, ചാലക്കുടി നമ്പീശൻ സ്മാരക അവാർഡ്, ഗുരു ചെങ്ങന്നൂർ സ്മാരക അവാർഡ്, കലാമണ്ഡലം കൃഷ്ണൻ നായർ പുരസ്കാരം, വിയത്ത് രാമകൃഷ്ണപിള്ള അവാർഡ് എന്നിവ ചവറ പാറുക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.